ഞങ്ങൾക്ക് നിയമമില്ല. 2009 തൊട്ട് നിയമമുണ്ട്. അപ്പോഴാണ് വന്നിട്ട് നിയമം വന്നെങ്കിലും സ്റ്റേ കൊടുത്തില്ല. 2011 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു നിയമത്തിൽ. 2011 കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രീതിയിലാണ് വന്നത്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചിലർ സ്റ്റേ കൊടുത്തില്ല, ചിലതൊക്കെ സ്റ്റേ കൊടുത്തില്ല, ചിലർ അടച്ചില്ല. അപ്പൊ സ്റ്റേ വെച്ചുകൊണ്ടാണ് അത് വെച്ചാണ് ഇവരിരുന്നത്. 2009 ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2009 ഗവൺമെന്റ് 2011 തൊട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്താൽ മതി. 2011 തൊട്ട് പോലും അടച്ചിട്ടില്ല. അടച്ചു 5 ബിൽഡിങ്ങുകളുടെ മാത്രമേ അടച്ചിട്ടുള്ളൂ. കുഞ്ഞു മറ്റേതിന് 5 ബിൽഡിംഗ് ബാക്കിയുള്ളത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കണം. ഈ സുനാമിക്ക് ഇരുട്ടും വെളുപ്പും ഈ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴും ഈ ചുറ്റുപാടൊക്കെ വീട് വെക്കാൻ വേണ്ടി നമുക്കിപ്പോ ഒരു സ്റ്റേഡിയം കെട്ടുന്നു. സ്റ്റേഡിയം കെട്ടാൻ നേരത്ത് നമുക്ക് കുറച്ച് ഷെഡുകൾ കെട്ടാം, സാധനങ്ങൾ സൂക്ഷിക്കാം, അത് ചെയ്യുമല്ലോ. അപ്പൊ അതുപോലുള്ള തൽക്കാല കുറെ ഷെഡുകള് ഹോളോ ബ്ലോക്ക് എടുക്കാൻ ഉണ്ടാക്കാനും മറ്റുള്ള ഉണ്ടാക്കാനും ഈ സുനാമിക്ക് വേണ്ടി കുറച്ച് ചെയ്തു. അത് നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പൊ അതൊക്കെ പെട്ടെന്ന് അതിനൊക്കെ ടാക്സ് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നതും തെറ്റുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ സമൂഹത്തിൽ വേറെ എന്തെല്ലാം ഉണ്ടായിട്ട് ഇത്രയും ആ ചുറ്റുപാട് തന്നെ എത്രയോ പേർക്ക് ചികിത്സയാകട്ടെ ഓവർഷിപ്പാകട്ടെ നിങ്ങൾ നല്ലതൊന്നും മക്കൾ പറഞ്ഞു. അല്ല, നല്ലതും പറയുന്നുണ്ട്. നമ്മളറിയാമല്ലോ, ഈ ക്ലാബന ഗ്രാമപഞ്ചായത്തിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഏറ്റവും ശോചനീയാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കോളനി ഉണ്ട്, നിർമ്മിതി കോളനി. അത് 86-ൽ അനന്തബോസ് ജില്ലാ കളക്ടറായിട്ട് ഇരുന്ന സമയത്ത് പറഞ്ഞ കോളനിയാണ്. ആ കോളനി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശോചനീയാവസ്ഥ, കേരളത്തിലെ തന്നെ ഏറ്റവും ശോചനീയാവസ്ഥ കോളനിയാണ്. നിയമപരമായി ലഭിക്കേണ്ട ടാക്സ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ക്ലാബന ഗ്രാമപഞ്ചായത്ത് ലഭിക്കുകയാണ് എങ്കിൽ ആ കോളനി അവിടെ നിന്നില്ലേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആകെ 10 ലക്ഷം കൊടുത്താൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ആ സ്ഥലത്ത് എത്ര കോടിയാണ് ഈ ചുറ്റുപാടും അക്കരയും കൂടി കൊടുക്കുന്ന മോനറിയാം എത്ര കോടിയാണ്. അല്ല, നിങ്ങൾക്ക് പറയുന്നത് സ്ഥാപനത്തിൽ ഒരു സ്ഥാപനം കുഞ്ഞ് ഇത് നമുക്ക് ജാതി തരുന്നില്ല, മതം തരുന്നില്ല. കാരണം മക്കൾ ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് മറ്റുള്ള പല പല മതങ്ങളുള്ള സ്ഥാപനങ്ങളുണ്ട്, അവരും ആരും അടച്ചിട്ടില്ല. നിങ്ങൾ ഇവയ്ക്ക് എത്ര ലക്ഷ്യങ്ങൾ എടുത്തുതരാം. നമ്മുടെ മാത്രം എന്താ മക്കളെ എടുത്ത് കാണിക്കുന്നത്? നമ്മൾ ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഈ മടത്തി ഒന്നും ചോദിച്ചു മേടിക്കുകയോ പിരിക്കുകയില്ല. ഇത്രയും ഈ ലോക്കൽ തന്നെ ഇത്രയും വീടുകൾ വെച്ച് കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും സ്കോളർഷിപ്പ് കൊടുക്കുകയും ചെയ്തു. ഏത് മതങ്ങളും അതൊക്കെ ചെയ്തു. അത് പൊന്നു മക്കളെ പറയാം. നമുക്ക് അംഗത്വമില്ല, ജാതി അംഗത്വമില്ല, സംഘടന അംഗത്വമില്ല, അതുപോലെ ഇവിടെ ജനങ്ങൾ വരുന്നവരെ അംഗത്വമില്ല. അപ്പൊ അത്രയും സേവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ചെയ്യരുത്. ഈ കുട്ടികൾ ഇരുട്ടും വെളുപ്പും ജോലി ചെയ്യുന്നതാണ്. അവർ ചുമ്മാ ഇരുന്ന് കഴിക്കുന്നവരല്ല. അപ്പൊ ഇരുട്ടും വെളുപ്പും എവിടെ പോകുന്നു? ഇപ്പൊ ശബരിമലയ്ക്ക് തീട്ടം വേണമെന്ന് അവർ പോവും, ഓടുന്ന വാരം പോവും. പക്ഷെ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഈ കുട്ടികള് അല്ല, ഈ നമ്മുടെ പഞ്ചായത്തിലും മാലിന്യ പ്രശ്നമുണ്ട്. പഞ്ചായത്തിലും മാലിന്യ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ പാടശേഖരങ്ങൾ നടത്തപ്പെടുന്നത് പാടശേഖരമേ എന്റെ 45 വർഷം 35 വർഷം കൊണ്ട് അവിടെ ഒരു വക ആരും കൃഷിയിടുന്നില്ല. കൃഷിയിടങ്ങളിൽ പോലും തന്നെ ഈ വെള്ളങ്ങൾ ഈ തണ്ണീർത്തടം പോലെ കെട്ടിക്കിടക്കേണ്ടത് കുടിവെള്ളത്തിന് ആവശ്യമാണ്. അത് കിടക്കും. ഞങ്ങൾ തന്നെ ഇവിടെ ബോർവെല്ലിട്ട് പോനെ എല്ലാ വെള്ളവും ബോർവെല്ലിലേക്ക് കിടക്കുക. പരിസരത്തിലുള്ള വെള്ളങ്ങളെല്ലാം ആ ബോർവെല്ലിലേക്ക് കിടക്കുക, കടലിലേക്ക് വിടുന്നില്ല. അപ്പൊ നമ്മളെല്ലാം കൂടെ പിടിച്ചെന്ന് ചെയ്യേണ്ടത് ഈ വെള്ളങ്ങളൊക്കെ ഇതുപോലെ കുഴിച്ച് മണ്ണിലോട്ട് തന്നെ വീഴണം. അതിനൊക്കെ വേണം. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പല കാര്യമുണ്ട്. അപ്പൊ ഒരു വ്യക്തി നമ്മളെ കൊണ്ട് ഇത്രയും പേര് ഒന്നിച്ച് കുഞ്ഞുങ്ങൾ ചിന്തിക്കണം. ഒരു മണ്ണിയമക്കും കട്ടയമക്കും കല്ലിയമക്കും തീട്ടന്മാരും ഇവരെല്ലാം അധ്വാനിച്ചതാണ് നമ്മുടെ സ്വത്ത്, അധ്വാനിക്കുന്നതാണ്. നമ്മുടെ ബിൽഡിംഗ് ഇതിനെ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടി കൊടുക്കണം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അവന് ഓഫനേജ് ഉണ്ട് പാരിപ്പള്ളിയിൽ, അതിന് പൈസയൊന്നും കിട്ടുന്നൊന്നുമല്ല. അത്രയും കുട്ടികൾ അവിടെ നോക്കുന്നുണ്ട്. അതുപോലെ ഇത്രയും സ്കോളർഷിപ്പ്. നിങ്ങൾ ഈ ലോകത്തിൽ എവിടെ ഒരു ആശ്രമത്തിൽ ഇത്ര സേവ ചെയ്യും പറയൂ? ഇതൊക്കെ വെറും ഡൊണേഷൻ വരുന്നതല്ല. എല്ലാ കുഞ്ഞുങ്ങളും ഇരുട്ടും വരും. കുഞ്ഞെ വീട് വെക്കുന്നതിനെയും ഈ കുട്ടികൾ ജോലി നിൽക്കുന്ന ശമ്പളം എടുത്താണ് വീട് വെച്ച് കൊടുക്കുന്നത്. ചെറിയ ചെയ്യത്തല്ല. ഈ തൽക്കാല ഷെഡുകള് ആ മറ്റേ കെട്ടിടങ്ങൾ കെട്ടിയപ്പോ നമ്പർ ഇട്ടില്ല. നമ്പർ ഇടുമ്പോഴല്ലേ കൊണ്ട് കൊടുക്കേണ്ടത്. അതിന് വേണ്ടി സ്റ്റേ ഇരിക്കുകയാണ് അവിടെ. നിങ്ങൾക്കറിയാം 1500 രൂപയ്ക്ക് ക്രിമിനൽ കേസ് ഇട്ടത് ഏതെങ്കിലും ഒരു മതത്തിനുണ്ടോ, ഏതെങ്കിലും ഒരു ജാതിക്കുണ്ടോ? 1500 രൂപയ്ക്ക് വേണ്ടി ക്രിമിനൽ കേസ് ഇട്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം. 1500 എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് ചോദിക്കാൻ നോക്കുമോ? ഇത്രയും കൊടുക്കുന്ന എടുത്ത ഒരു സ്ഥാപനത്തിൽ 1500 രൂപയ്ക്ക് ഒരു ക്രിമിനൽ കേസ് ഇട്ട് അതറിയാം. അത് ചെയ്തിട്ട് ആരോട് കാണിക്കും മോനെ? അത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ ഒറ്റ നേരെ കഴിക്കുള്ളൂ. രാവിലെ ഇവിടെ ഇരിക്കും. നിങ്ങൾ ഒരാളെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്ലതും പറയും. അറിയോ മക്കളെ? 1500 രൂപയ്ക്ക് ഇത് തൽക്കാല ഷെഡ് ജനങ്ങളെ സമൂഹത്തിലുള്ളവർക്ക് വീട് കെട്ടിക്കെടുക്കാൻ വേണ്ടി കോളേജുകൾക്കും അങ്ങനെയുള്ള ജോലിക്കാർക്ക് വേണ്ടി കെട്ടിയതാണ്. അത് കേസിൽ കിടക്കുകയാണ്.
അവർ കേസിട്ട് ഹിയറിംഗ് വെച്ചിരിക്കുന്ന എന്നെ സാധനം കൊടുക്കും. അത് എല്ലാം അടയ്ക്കാൻ ലെറ്ററും കൊടുത്തു നമ്മള്. അവ കൊടുക്കാതിരുന്നില്ല. അത് മാത്രം ചൂണ്ടി ചെയ്യുമ്പോ എത്രയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ സ്വന്തം പഞ്ചായത്തില് ആ റോഡായാലും ആളുകളുടെ കോളനികളുടെ ശോചനീയാവസ്ഥയില് കൊടുക്കുന്നില്ല. ഇപ്പൊ ഒന്നും അല്ല, ഇപ്പം എത്ര പേർക്കാണ് ചികിത്സ കൊടുത്തത്? നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയേ. എത്ര പേർക്ക് ചികിത്സ കൊടുത്തു? ഏത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്? ഗവൺമെന്റ് കൊടുത്തതിനേക്കാളും കൂടുതൽ ചികിത്സ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തില് ഇവിടെ നിന്നുള്ള. അതുപോലെ സ്കോളർഷിപ്പ് ആയാലും പെൻഷൻ ആയാലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വിട്ട് ഞാൻ പറഞ്ഞു കേൾക്കണം. മക്കളെ ചിന്തിക്കണം. അങ്ങനെ നമ്മളോട് മാത്രമാണ് 1500 രൂപയ്ക്ക് ഇരുന്ന കേസ് ഇട്ടത്. അത് മക്കൾ ആരും അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പം എത്രയോ പേർക്ക് അവിടെ ജോലിയുണ്ട്. അത് എത്രയോ പേർക്ക് ജോലിയുണ്ട്. ഇപ്പം തന്നെ ആറന്മുള വിമാനത്താവളം വരുന്നത് അവിടുത്തെ പാടശേഖരങ്ങൾ നിർത്തുന്നതിനെതിരെ അവിടുത്തെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവുന്നത്. അതിനൊക്കെ അതിലോട്ട് അങ്ങനെ ചോദിക്കട്ടെ. എറണാകുളത്തിൽ നികത്തി ഒരു എത്ര ഏക്കർ നികത്തി? നിങ്ങൾ പോയി കുത്തിയിരുന്നോ? ഇവിടെ ഇല്ല. ആറന്മുള ജീവനത്തിലുള്ള അതേപോലെ ഇവിടെ ഏക്കർ കണക്കിന് നികത്തിയില്ല. നിങ്ങളെപ്പോലുള്ളടത്ത് വാങ്ങിച്ചതേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ളടത്ത് വിളിക്കും മേടിച്ച വസ്തുക്കളുടെ അതിപ്പോ പാടങ്ങൾ നമ്മുടെ ഇവിടെ വസ്തുവല്ല. നമ്മളിപ്പോ നികത്തുന്നില്ല. അത് നമ്മുടെ വസ്തുക്കളല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ കാണിച്ച വസ്തു വേറെ വസ്തുക്കളും കാണിച്ചു. മഠത്തിന് വസ്തുവല്ല. നിങ്ങൾ ബന്ധമല്ലേ? നിങ്ങൾ ബന്ധുവല്ലേ? മഠമായി ബന്ധം നിങ്ങൾ ബന്ധുവല്ലേ? അവന് മഠം ബന്ധപ്പെട്ടത് മഠത്തിൽ ലോകത്തിന്റെ ഇല്ല. സന്യാസമഠമാണ്. എന്റെ സഹോദരി ITC-ന്ന് 6 മാസം സസ്പെൻഡ് ചെയ്തു. ഏതെങ്കിലും ഒരു വീട്ടുകാർ ചെയ്യുമോ? എന്റെ സഹോദരിയുടെ ബ്രഹ്മേരിയായിരുന്നു. അവനെ കൊണ്ട് ശിവേരിയിലാക്കി. ഏതെങ്കിലും ചെയ്യുമോ? വീട്ടുകാർ ട്രസ്റ്റ് ആക്കാൻ നോക്കും. ഇത് രവിശങ്കറുടെ ആകട്ടെ, മറ്റുള്ളതാകട്ടെ, മുരാരിബാബുനാകട്ടെ, ആശാറാമിന്റെ ആകട്ടെ, രമണ മഹർഷിയുടെ ആകട്ടെ, സാഹിബോടെ ഒക്കെ സ്വന്തം കുടുംബങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അവരെയൊക്കെ സ്വന്തം വീട്ടിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ സന്യാസമഠമാക്കിയത്. അവരിന്നും ജനങ്ങളുടെ അന്നും നാട്ടുകാരിലുണ്ട്. ഇന്നും വ്യത്യാസമുണ്ട്. ജനങ്ങളുടെ വഴക്കിന് പോകുന്ന അവരാണ് ഇവരെ സഹായം. കാരണം ഇവിടെ എല്ലാം വരുത്തരമാണ്. അവർക്കൊരു ചോയ്സ് ഇല്ല. മറ്റൊരു കുറഞ്ഞ പോരെ മക്കളെ പറയും. അപ്പൊ എന്തൊരു പ്രശ്നം വന്നാലും ഇവിടെ പറഞ്ഞ ആ നിമിഷം ഇപ്പൊ നാട്ടിൽ തന്നെ വെള്ളമില്ല. നിങ്ങളൊക്കെ വെള്ളമില്ല ചെയ്തു തരും. ഒന്ന് പറഞ്ഞാൽ ചെയ്തു തരും. നിങ്ങൾ വരുത്തി നിങ്ങൾ ഫസ്റ്റ് ചെയ്താണ്. നിങ്ങൾക്ക് ഞങ്ങൾ തൊട്ടുകൂടാതെ ഉണ്ടെന്നും അറിയില്ല മക്കളെ. തൊട്ടുകൂടാത്ത ഇപ്പൊ നിങ്ങൾക്കാണ്. തൊട്ടുകൂടാതെ ഉണ്ടെന്നും അറിയില്ല. നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾ DYF ആണെങ്കിൽ ഇവിടുത്തെ കുട്ടിയെ ജയിപ്പിച്ച് ഇവിടുത്തെ ആശ്രമ പിള്ളേരെ ജയിപ്പിച്ചത്. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടുത്തെ 40% കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസം കൊടുത്തില്ല. ഇപ്പൊ തൊട്ടുകൂടാത്ത കണ്ടെങ്കിൽ നിങ്ങൾക്ക് വാശി പിടിച്ച് കമ്മ്യൂണിസം വന്നതിന് അതിനാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ കാണിക്കുന്നത് നിങ്ങൾ തൊട്ടുകൂടാ ഞാൻ അല്ലേ? അപ്പന്റെ മക്കളെ അതാണ്. കാരണം ഇപ്പൊ ഞാൻ നിങ്ങൾ പറയുന്ന ആദർശം 2 വീടുള്ള കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒറ്റ മുറിയിൽ 6 പേരെ കിടക്കുന്ന പോലെ. സ്വന്തം എന്റെ ആശ്രമത്തിൽ വണ്ടി മേടിച്ചിട്ടില്ല. ഡൽഹിയിൽ ഒരാൾ അയാളുടെ പേരിൽ മേടിച്ച വണ്ടിയാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് മഠത്തിന് വേണ്ടി വണ്ടി മേടിച്ചിട്ടില്ല അമ്മ. ഒരു ആർഭാടം വെച്ചിട്ട് അമ്മ കഴിയാറില്ല. ഇതാണ് 20 വർഷം വരെ ഒരു ബോഡി ഇട്ടുണ്ടിരിക്കും. കാരണം കീറിയൽ തയ്ച്ചെടുക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം ശരിയായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം എന്താണെന്ന്. ആദർശത്തിൽ പോകുന്ന കമ്മ്യൂണിസ്റ്റ് മക്കളുടെ കണ്ണം തുറന്നാൽ മതി. മക്കൾ രാഷ്ട്രീയം കാഴ്ചപ്പാടൊക്കെ എന്തൊരു കമ്മ്യൂണിസം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് എന്തുകൊണ്ടുണ്ടായി? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കിയതിന് വേണ്ടിയാണ്. അത് പെണ്ണുമക്കൾ ഓർക്കുമ്പോൾ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റും. അന്ന് തൊട്ടിടാത്തതും മറ്റുള്ളതൊക്കെ വന്ന കാലത്താണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ ആ ഒരു രീതി വന്നിട്ട് ഇപ്പോഴും ഈ രീതി നീങ്ങാൻ പാടില്ല. അപ്പൊ അപ്പോഴും നമ്മൾ വ്യത്യാസമല്ല കുഞ്ഞെ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടിക്കണക്കിന് രൂപയുടെ ചിലവാക്കാൻ തയ്യാറാണ്. പക്ഷെ എല്ലാവർക്കും വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോൾ എല്ലാവർക്കും അത് വാങ്ങിച്ചിരിക്കണം. ഗവൺമെന്റ് എല്ലായിടത്തും നിർബന്ധമാക്കുന്നില്ല. അതല്ല അതേ കണക്കിന് കൊല്ലം തൊട്ടുള്ള കോളേജ് നിങ്ങൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ടോന്ന് എത്ര പേർ അടച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കാം. ഞാൻ മക്കളോട് ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും വേണ്ടിയോ? കൊല്ലം തൊട്ട് കരുനാഗപ്പള്ളി ഒക്കെ ഉണ്ട് പ്രൈവറ്റ് സ്ഥാപനവും സ്കൂളുകളും കോളേജുകളും. എത്ര പേർ എടുത്തിട്ടുണ്ടോ ലിസ്റ്റ്? അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾ ഉറക്കം ഊണം നിന്ന് പാതിരാത്രിയും വെളുപ്പാങ്കാലം തലച്ചുവട് വെള്ളം എടുത്ത് അങ്ങനെയൊക്കെയാണ് നീങ്ങിയത്. അങ്ങനെയാണ് എല്ലാവരും ഇവിടെ നികത്തുകൊണ്ട് എല്ലാം നികത്താനാണ് വീട് വെച്ചിരിക്കുന്നത്. അപ്പുറത്തിപ്പുറത്തും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പുറത്തിപ്പുറത്തും അങ്ങനെ തന്നെ ഇപ്പോഴും നികത്താൻ പോകും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ 20 സെന്റ് മേടിക്കുമ്പോൾ ഒരു 2 സെന്റ് ഉണ്ടെങ്കിൽ അറിയാതെ അതിനകത്ത് വീഴും. 5 സെന്റ് വെള്ളമായിരിക്കും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അത് ചെയ്യുന്നത്. പക്ഷെ നമ്മളാണ് വെള്ളത്തിന് വേണ്ടിയും ഈ പ്രകൃതിക്ക് ഏറ്റവും മുമ്പ് തുടങ്ങിയ നമ്മൾ തന്നെയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വൃക്ഷം നടുന്ന കാര്യങ്ങളാകട്ടെ, വൃത്തിയാക്കുന്ന കാര്യങ്ങളാകട്ടെ, പച്ചക്കറി നടുന്ന കാര്യമാകട്ടെ, മറ്റുള്ള ഈ തേനീച്ച വളർത്ത എല്ലാം തുടങ്ങി നമ്മൾ തന്നെയാണ് ആദ്യമേ. പിന്നെ ഒരു അവയർനെസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്.
പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് അധികാരത്തോട് ചോദിക്കാം, മക്കളെ അമ്മ ഇന്നത് വേണം അവിടത്തേക്ക്, അതുപോലെ എടുത്തു തരാം. പക്ഷേ ഗവൺമെന്റ് ഒരു നിയമം വെച്ച് എല്ലാവർക്കും ഒരേപോലെ പാലിക്കണം. നമ്മളോട് മാത്രം 1500 രൂപയ്ക്ക് ക്രിമിനൽ കേസിട്ട്, ഒരു പ്രമേയരുടെ പേര് ക്രിമിനൽ കേസിട്ട്, വേറെ ആരോട് ചെയ്തിട്ടില്ല മോനാരി. ഇത് കേസിൽ കിടന്നുകൊണ്ട് അടയ്ക്കാൻ പോയിട്ടല്ല, കേസിൽ കിടന്നുകൊണ്ട് നമുക്ക് ആ കേസ് ഹിയറിംഗ് വെച്ചിരിക്കുകയാണ്. അപ്പൊ തൽക്കാലം ഷെഡ് ഈ ഇവർക്കൊക്കെ ഇപ്പോഴും വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗോളോടൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണം, ഈ കുട്ടികളിൽ നിന്ന് ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ തൽക്കാലം ഷെഡുകൾക്ക് ഉടനെ കുറച്ച് അഴിച്ചു മാറ്റേണ്ടതാണ്. അപ്പൊ അതിനു വേണ്ടിയും കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു ധർമ്മബോധം വേണമല്ലോ. തൽക്കാലം ഷെഡുകളുണ്ട്. അപ്പൊ അതൊന്നും ആർക്കൊരു കാഴ്ചപ്പാടില്ല. പിന്നെ ഇങ്ങനെ കേസിട്ട് നമ്മളോട് മാത്രമല്ല, ഈ കേരളത്തിൽ ആരോടും ഈ 1500 രൂപയ്ക്ക് ക്രിമിനൽ കേസിട്ട് ചരിത്രമില്ല. നമുക്ക് ആരാ സപ്പോർട്ടുള്ളത്? എല്ലാവരും ഈ സമയത്ത് കൈമലർത്തി, കോൺഗ്രസ്സുകാർ കൈമലർത്തി, കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൈമലർത്തി. ഞങ്ങൾക്കറിയത്തില്ല, ഞാൻ കാര്യത്തിൽ പറഞ്ഞു എല്ലാവരും കൈമലർത്തി ആ സമയത്ത്. ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോസിക്യൂഷൻ കേസ് ഒരു പഞ്ചായത്തിലില്ല. അങ്ങനെയൊക്കെ നമ്മൾ എന്തെല്ലാം അനുഭവിച്ചു. അതല്ല, നിങ്ങൾക്ക് വേർതിരിക്കാമല്ലോ, അമ്മേ ഇന്നെടുത്ത് ഇന്ന ചെയ്യമ്മേ, ഇന്നെടുത്ത് ഇന്ന ചെയ്യമ്മേ, ഇന്നതുപോലെ ചെയ്യണം. നിങ്ങൾക്ക് അധികാരമായിട്ട് ചോദിക്കാൻ ചെയ്യാം, പക്ഷെ ചെയ്യത്തില്ല. കാരണം അമ്മ അങ്ങാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഞാൻ ഒരാളെ പോലും നിങ്ങൾ ഇന്ന പാർട്ടിയാകും ഇന്ന പാർട്ടി ഞാൻ പറഞ്ഞിട്ടില്ല. മക്കൾക്ക് എന്താണ് ഇഷ്ടം? കാരണം ഞാൻ ആദർശത്തെ സ്നേഹിക്കുന്നവളാണ്. എനിക്ക് കുറിയിട്ട ഭക്തനെ കാണും, കുറിയില്ലാത്ത സേവ ചെയ്യുന്നതിലെ നോക്കുള്ളൂ. ഞാൻ എല്ലാവരുടെയും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അമ്മ എല്ലാത്തിനും അതിന്റെ സ്ഥാനത്ത് തന്നെ കാണുന്നതാണ്. അത് അവർക്കറിയാം എങ്ങനെയാണ്. അപ്പൊ അത് പക്ഷെ മനസ്സിലാക്കുന്ന മക്കള് ഇന്ന് സംസാരിക്കുമ്പോൾ ഒരു ആരോ അവിടെ പോയി നമ്മളൊന്ന് പുറകില്ലല്ലോ, അവിടെ തീ കത്തി നമ്മൾ ഓടുകയാണ്. അങ്ങനെ അതല്ല എന്റെ മക്കൾ. നിങ്ങൾക്കൊരു ആദർശമുണ്ട്, അതിന് എന്താണ് അമ്മ ചെയ്യുന്നത്? അല്ല നമുക്ക് അമ്മയോട് പോയി പറയാമേ നമുക്ക് ഇന്ന പോലെ വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര കാര്യങ്ങൾ വേണം. എന്തായാലും നിന്നേക്കാൾ എന്റെ അമ്മമ്മ പ്രായമുണ്ട് എനിക്ക്. അമ്മയെന്ന് എനിക്ക് തെറ്റൊന്നും ഉണ്ടാകത്തില്ല. കാരണം പ്രസവിച്ച എല്ലാം അമ്മ ആണോന്നില്ല, പ്രസവിക്കാത്തൊരു അമ്മയാകാം അല്ലേ? പ്രസവിച്ച കൊച്ചുങ്ങളെ എത്ര കൊല്ലതുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമല്ല. ഒറ്റക്കാര്യം എന്ന് പറയാം, ഇന്ന കാര്യമാണ്, ഇന്ന അമ്മ ചെയ്യണം. അവിടെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് ഇരുന്നപ്പോഴാണ് വെള്ളം ചോദിച്ചത്. ശബരിമലയിലുള്ളവരൊന്ന് ഇത്ര പേർക്ക് വേണ്ടി അന്ന് അമ്മ സുനാമി സമയത്ത് 40 ലക്ഷം അവരുടെ കയ്യിലാണ് കൊടുത്തത്. 2 പഞ്ചായത്തിന് കൊടുത്തു, 40 ലക്ഷം കൊടുത്തു. അത് വെച്ചിരുന്ന 7ാമത്തെ വർഷത്തിലാണ് കൊടുത്തത്, തിരിച്ച് വെള്ളം കൊടുത്തത്. ആ 40 ലക്ഷം 9ാമത്തെ വർഷത്തിൽ ആ 40 ലക്ഷം ബാങ്കിലോട്ട് 1.5 കോടിയാവും. അത് കഴിഞ്ഞ് കോൺഗ്രസ് വന്നപ്പോൾ ഇപ്പൊ ഇവിടെ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തു. നമ്മൾ കൊടുത്തു, ആശ്രമം കൊടുത്തു. അപ്പൊ എന്ത് കൊടുക്കാതിരുന്നില്ല? അതുപോലെ നിങ്ങൾക്കും പറയാം അമ്മയോട് ഇന്നാണ് ചെയ്യാം. പക്ഷെ അങ്ങനെ മക്കൾ വെറുതെ ഒരിടത്ത് കണ്ടപ്പോ എല്ലാം എന്ത് കണ്ടോ അങ്ങോട്ട് അത് വലിയ കഷ്ടമാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ പ്രളയം വേണം കാണാൻ എന്തെങ്കിലും നമുക്ക് അധർമ്മം ചെയ്യുന്ന ധർമ്മമാണ്. അത് നമ്മൾ ഒരിക്കലും തെറ്റി പറയുന്നില്ല. പക്ഷെ വെള്ളമൊക്കെ അമ്മയെ ശേഖരിക്കുന്നുണ്ട്, അമ്മയ്ക്കും വിഷമമുണ്ട്. പക്ഷെ കോളേജ്, നിങ്ങളുടെ സ്ഥലത്ത് കോളേജ് ഉണ്ട്, അവിടെ എത്രയോ പേർക്ക് ഗുണമുണ്ട്. അവിടെ വസ്തുവിന് എത്ര വില കൂടി, എത്രയോ കച്ചവടക്കാർ ജീവിക്കുന്നു, എത്രയോ ജോലിയും കിട്ടി ജീവിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലല്ലോ. എത്രയോ പെൻഷൻ കിട്ടി, എത്ര പേർക്ക് ചികിത്സ കിട്ടി, എത്രയോ പേർക്ക് സ്കോളർഷിപ്പ് കിട്ടി, എത്ര പേർക്ക് ഇപ്പോൾ വീടുകളുടെ സഹായങ്ങൾ കിട്ടുന്നു. അതെന്താ മോൻ ചിന്തിക്കാനുള്ളത്? അപ്പൊ മോൻ അങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കുക. അപ്പൊ കമ്മ്യൂണിസ്റ്റിന്റെ ആദർശം എങ്ങനെയാണ് മക്കൾ ചിന്തിക്കുക? അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് സ്നേഹിക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടപ്പെട്ടത്. ഞാൻ പോയപ്പോഴും അവിടെ ഓടും ഞാൻ കണ്ട്. കാരണം ഇവിടെ ഇല്ലെന്നില്ല, അങ്ങനെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇല്ല ഒരിക്കലും ഇല്ല. ഇപ്പൊ ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആസം മൊത്തം ചീത്തയെന്ന് പറയുമല്ലോ, അതുപോലെ പറയത്തില്ല. അതിനെ ഞാൻ പറയുന്നില്ല. എനിക്ക് ശരിക്കും വ്യത്യാസം തന്നെ, ഭേദമുണ്ട്. മറ്റൊന്നിനേക്കാൾ വ്യത്യാസമുണ്ട് ഇതിനകത്ത് എന്നുള്ള എനിക്കറിയാം. കുറച്ചുകൂടി ആദർശമുണ്ട്, ഇറങ്ങി ചെല്ലാറുണ്ട്. എനിക്ക് നല്ലോണം അറിയാം, അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അതിനെ ഞാൻ തള്ളിപ്പറയുന്നില്ല. എല്ലാത്തിലും നല്ലോണ്ട് ചീത്തയുണ്ട്, ഇവിടെയുണ്ട്. കാരണം എല്ലാവരും എന്നെ കണ്ട് മാറിയ ഈശ്വരന്റെ ബുക്കൊന്നും വായിച്ചു വന്നവരല്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ ദേഷ്യന്മാരാ മറ്റുള്ളൂ. പക്ഷെ ഈ കുട്ടികളുടെ ത്യാഗം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അവരുടെ ത്യാഗം കുഞ്ഞ് തീട്ടം വരുന്ന ആ നിമിഷം അവർ പോയി. പക്ഷെ അതിനകത്ത് മറ്റുള്ളവർ പോലും പോകുന്നത് എങ്ങനെയാണ് ഞാൻ കണ്ട്. എന്തെങ്കിലും കൊടുത്താലേ പോവുള്ളൂ, ഇവരങ്ങനൊന്നും കൊടുക്കാതെ പോകും. അങ്ങനെയുള്ളത് വേണ്ട. എനിക്ക് പത്രം ഞാൻ അങ്ങോട്ട് സേവിക്കുക, ഇങ്ങോട്ടല്ല അവൾ ഇരിക്കുക, വെള്ളം കുടിക്കാതെ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ആശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടല്ല അങ്ങോട്ട് സേവിക്കുകയാണ് അവരെ. അല്ലാതെ മോൻ അതിന്റെ മാത്രമല്ല. ഞാൻ മോനോട് ക്ഷമിക്കണം, ഞാൻ മോനോട് കാര്യം പറഞ്ഞു കൊഞ്ച് ചിന്തിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോ എന്താണ് മഠത്തിൽ അല്ലെങ്കിൽ എന്താ നമുക്ക് ചെല്ലാം, നമുക്ക് ഇങ്ങനെ പറ. മോനൊന്നല്ല ചോദിക്കാൻ വന്നു. പക്ഷെ കുറച്ചുകൂടി വായിക്കുകയും വിശാലമായി ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ പറയല്ലോ. കമ്മ്യൂണിസ്റ്റ് മോനുണ്ടല്ലോ, വന്നിട്ടാ അദ്ദേഹത്തിന് വളരെ ഇതുണ്ട്. അതേപോലെ അമ്മ ഇന്ന ആ നിമിഷം എടുത്തൊന്നും നോക്കിയില്ല, ആ നിമിഷം എടുത്ത് ചെയ്തു, അപ്പൊ തന്നെ സമ്മതിച്ചു കൊടുത്തു. അപ്പോൾ എന്താന്ന് വെച്ച് ചെയ്യാം, അതിനൊന്നും തെറ്റൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു അവകാശമാണ്, ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും.
AC കട പേപ്പർ പേപ്പർ കുഞ്ഞിന് കാണിച്ചു തരാം. ഗവൺമെന്റ് ഭേദഗതി കൊണ്ടുവന്നത്. ഗവൺമെന്റ് അല്ല, ഈ മഠം കൊടുത്ത അപേക്ഷയുടെ മേളിലാണ് ഗവൺമെന്റ് ഭേദഗതി കൊണ്ടുവരുന്നത്. മഠത്തിന് വേണ്ടി മാത്രമാണ്. അല്ല, എല്ലാവർക്കും വേണ്ടി, കേരളത്തിൽ എല്ലാവർക്കും വേണ്ടി, എല്ലാ സാധനങ്ങൾക്കും വേണ്ടി. എല്ലാവർക്കും വേണ്ടിയാ. അത് പ്രകാരം നമ്മൾ 11/1/2015 തൊട്ട് ആ 19 ലക്ഷം ആ സമയത്ത് നമ്മൾ അടച്ചു. 17 ലക്ഷം. അപ്പൊ തന്നെ അടച്ചു. രണ്ടാമത് ഇപ്പൊ അടയ്ക്കാൻ വേണ്ടി ഇപ്പൊ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, എന്റെ ഒരു ധാർമ്മികപരമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ധർമ്മസ്ഥാപനമാണെന്ന് കൺസെപ്റ്റ് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ എല്ലാത്തിനും മേൽ അതീതരായിരിക്കണം. നമ്മളൊന്നിനും കളങ്കപ്പെടരുത്. നമ്മുടെ ചെറിയ വീഴ്ചകളെ പോലും ആളുകൾ പർവ്വതീകരിച്ച് കാണും. അപ്പം എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലയോ? അപ്പോൾ നിലവിൽ ചെറിയ ഒരു തുകയാണെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ 8 കോടി രൂപയോളം നമ്മുടെ പഞ്ചായത്തിന് ക്യാഷുണ്ട്. അല്ല, ഓരോ സ്ക്വയർ മീറ്ററിന് എത്ര രൂപ വെച്ച് കണക്കൂട്ടുമ്പോൾ ഏകദേശം റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സാമ്പത്തിക അല്ല 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 അതിനകത്ത് എന്നാ പോലും ഇത് മൊത്തത്തിൽ ഇത് അത് മാത്രമല്ല, ബിൽഡിങ്ങുകൾ പണിയുന്നതിന് യാതൊരു പെർമിഷനും പഞ്ചായത്തിന് മേടിച്ചില്ല. അല്ല, 2007 ഇപ്പൊ പുതുതായിട്ട് മേടിക്കുന്നതിന് പോലും അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ആദർശങ്ങൾ ഞാനും പാലക്കാട് ലക്ഷദാസത്തിന്റെ കൂടെ നടത്തി പഴയ MP